തിരുമല കൗൺസിലർ അനിൽകുമാറാണ് മരിച്ചത്. തിരുമലയിലെ ഓഫീസിലാണ് ജീവനൊടുക്കിയത്. അനിൽ നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്ക് സാമ്പത്തികമായി തകർന്നിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ BJP നേതൃത്വം ഇടപെട്ടില്ലെന്നും ആത്മഹത്യാക്കുറിപ്പിൽ ആരോപണമുണ്ട്. സഫാൻ VP ചേർന്നു. സഫാൻ, എപ്പോഴാണ് സംഭവം ഉണ്ടായത്? ആത്മഹത്യാക്കുറിപ്പിൽ ഗുരുതര ആരോപണമാണ് BJPക്കെതിരെ ഉയരുന്നത്. എങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി എന്നതുൾപ്പെടെയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് കുറിപ്പിലുള്ളത്? ധന്യ, തിരുമല വാർഡ് കൗൺസിലറായ അനിൽകുമാറിനെ 10:30 കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കൗൺസിലർ ഓഫീസിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ രാവിലെ 8:30 കൂടി അദ്ദേഹം ഈ ഓഫീസിലേക്ക് പോയതായുള്ള ദൃക്സാക്ഷി വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പോലീസ് ഇപ്പോഴും നിലവിൽ ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇതൊരു ഷോപ്പിംഗ് കോംപ്ലക്സാണ്. നഗരസഭയുടെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സിനുള്ളിലാണ് ഈ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ തിരുമല കൗൺസിലറുടെ ഓഫീസുള്ളത്. അദ്ദേഹം രാവിലെ 8:30 കൂടി അവിടേക്ക് എത്തിയതായിട്ടുള്ള ദൃക്സാക്ഷി വിവരണമുണ്ട്. എന്നാൽ അതിനുശേഷമാണ് ഇങ്ങനെയൊരു ജീവനൊടുക്കിയ വാർത്ത ഒരു 10:30 കൂടി പുറത്തു വരുന്നത്. അദ്ദേഹം നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്ക് സാമ്പത്തികമായി തകർന്നിരുന്നു. തിരുവനന്തപുരം ഫാർമേഴ്സ് കോപ്പ് സൊസൈറ്റി എന്ന ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം. ഇതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ബാധ്യതകൾ BJP നേതൃത്വവുമായും അല്ലെങ്കിൽ മറ്റ് സഹപ്രവർത്തകരുമായിട്ടൊക്കെ സംസാരിച്ചു എന്നാണ് നിലവിൽ നമുക്ക് പ്രാഥമികമായിട്ട് അറിയാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഈ ആത്മഹത്യാക്കുറിപ്പ് എന്താണ് കൃത്യമായി പറയുന്നതെന്നും എന്താണ് അതിലെ വിവരങ്ങളെന്നും പോലീസ് പൂർണ്ണമായി പുറത്ത് വിട്ടിട്ടില്ല. അതിൽ BJPക്കെതിരെ ആരോപണമുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ BJP ധന്യ ഇപ്പോൾ BJP